എന്താ രാഘവന്നാരെ? ഒന്നുമില്ല സാർ, ഈ ലോറികൾ. അതെ, നമ്മുടേത് തന്നെ. അല്ല, പെട്ടെന്നൊരു മെസ്സേജും ഇല്ലാതെ ഇങ്ങനെ. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ കൂടെ എസ്കോർട്ടായിട്ട് വന്നത്. സുരക്ഷ അതം കൊടുത്തേക്ക്. ഇതേ സോഷ്യലിസത്തിന്റെ കാലമാ. എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കണം. ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. കാശ് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും തരാം. സർക്കാരിന്റെ സ്റ്റാഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതാണ് ശർമാജിയുടെ പോളിസി. എന്നാ ലോറികൾ പോട്ടെ. നോക്കിക്കല്ല മാറണോട്ടെ. ലോറി പോട്ടെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ ലോറികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു സാർ. ചെയ്യടോ. ചെക്ക് ചെയ്യാനൊന്നും ഇല്ല സാറേ. ഇത് നിറച്ചും സ്പിരിറ്റാ, അനധികൃത സ്പിരിറ്റ്. പ്ലീസ്. സാറ് പുതുതായിട്ട് ചാർജ് എടുത്തതായിരിക്കും, അതുകൊണ്ടാണ് എന്നെ പരിചയമില്ലാത്തത്. എന്റെ പേര് ശർമ്മ. സ്നേഹമുള്ള ഒരു ശർമാജി എന്ന് വിളിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മിഷൻ എന്താണെന്നും ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. നല്ല യങ് ബ്ലഡ് ആണ്. തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കൊച്ചനെ, സോറി. യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ഓഫീസറെ കൊച്ചനെ എന്നൊക്കെ വിളിക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണെന്ന് അറിയാം. പക്ഷേ രക്ഷയില്ല, ശീലിച്ചു പോയി. ഞാൻ പറഞ്ഞത് എത്ര വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോളൂ. പറഞ്ഞോ. നിനക്ക് 58 വയസ്സ് വരെ പോലീസ് സർവീസിൽ ഇരുന്നാ കിട്ടുന്ന മൊത്തം ശമ്പളത്തിന്റെ ഇരട്ടിയും അതിന്റെ പലിശയും ഇപ്പൊ തന്നെ തന്നേക്കാം. എന്താ, നല്ലൊരു ബാർഗൈൻ അല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. വിഷമിക്കേണ്ടി വരും, വളരെ വിഷമിക്കേണ്ടി വരും. മിസ്റ്റർ ശർമ്മ, നിങ്ങളുടെ സ്പിരിറ്റ് ലോബിയെ കുറിച്ച് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. പറയടോ. പറയാം. 25 കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുള്ള നമ്മുടെ നാട്ടിൽ കേവലം 3 കോടി മാത്രമേ സപ്ലൈ ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നുള്ളൂ. ശേഷിക്കുന്ന 22 കോടി ലിറ്റർ കേരളത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് അവശത അനുഭവിക്കുന്ന നമ്മുടെ പാവം സർക്കാരിന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സഹായമല്ലേ? സ്റ്റോപ്പ് ഇറ്റ്.